വൺസ് അഗെയിൻ വെൽക്കം ടു മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ ഡയറീസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ടാവും മാനിഫെസ്റ്റേഷനെ കുറിച്ച്. നിങ്ങളുടെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം മാനിഫെസ്റ്റ് ചെയ്യൂ, നിങ്ങളുടെ കരിയർ മാനിഫെസ്റ്റ് ചെയ്യൂ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് മാനിഫെസ്റ്റ് ചെയ്യൂ. ശരിക്കും എന്താണ് മാനിഫെസ്റ്റേഷൻ? നമുക്ക് നോക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങളെ, ഗോൾസ്, നിങ്ങളുടെ തോട്ട്സും അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ലൈഫിനെ നിങ്ങളുടെ തന്നെ മൈൻഡ് പവർ കൊണ്ട്, നിങ്ങളിലുള്ള എനർജി കൊണ്ട് യാഥാർത്ഥ്യമാക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പ്രക്രിയയാണ് മാനിഫെസ്റ്റേഷൻ. നിങ്ങളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാനുള്ള കഴിവുണ്ടെന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് മാനിഫെസ്റ്റേഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങൾ ആയിത്തീരുന്നു. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൈൻഡ് എന്ന് പറയുന്ന പവർഫുൾ ടൂൾ ഉപയോഗിച്ച് നിങ്ങളുടെ തോട്ട്സിനെ നിങ്ങൾ എപ്പോഴും പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ആവട്ടെ, അതൊരു നല്ല ലൈഫ് പാർട്ട്ണർ ആകട്ടെ, നിങ്ങളുടെ ഒരു ഡ്രീം ജോബ് ആകട്ടെ, നിങ്ങളുടെ ഒരു ഡ്രീം ഹോം ആവട്ടെ, നിങ്ങളുടെ കരിയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലും നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണവും നിങ്ങളുടെ കയ്യിൽ വരാനായിക്കോട്ടെ, അത് നിങ്ങളുടെ തോട്ട്സിൽ വളരെ പോസിറ്റീവായി, ഭയങ്കര പോസിറ്റീവ് വൈബ്രേഷനിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കണം. നിങ്ങളുടെ തോട്ട്സ് കൊണ്ട്, പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് നിങ്ങളുടെ മൈൻഡ് ഫുള്ള് നിറയണം. അങ്ങനെ നിങ്ങൾ തുടർച്ചയായി ആ ഒരു ചിന്തകൾ അല്ലെങ്കിൽ ആ തോട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ റിയാലിറ്റി ആയി മാറും. The second principle is energy attracts like energy. നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി എന്തും ആയിക്കോട്ടെ, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, സിമിലർ എനർജിക്ക് മാത്രമേ നമ്മൾ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ട്, പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ പോകുന്നത് പോസിറ്റീവ് എക്സ്പീരിയൻസുകളായിരിക്കും. മറിച്ച് ഏത് കാര്യത്തിലും നെഗറ്റീവ് തോട്ട്സും ഇമോഷൻസും ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സംഭവിക്കുള്ളൂ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എന്തുകൊണ്ട് എനിക്ക് മാത്രം എപ്പോഴും പ്രശ്നങ്ങളെന്ന്. അത് മാറണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ ബോധപൂർവം മാറ്റിയിരിക്കണം. അങ്ങനെ നിങ്ങളുടെ എനർജി ലെവല് കുറച്ചും കൂടെ പോസിറ്റീവായിട്ടും പോസിറ്റീവ് ഇമോഷൻസ് കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലോട്ട് പോസിറ്റീവ് എക്സ്പീരിയൻസ് തികച്ചും വന്നു ചേരുക തന്നെ ചെയ്യും. ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വൈബ്രേഷൻ ആൻഡ് ഫ്രീക്വൻസിയാണ്. യൂണിവേഴ്സിലുള്ള എല്ലാത്തിനും, ഇൻക്ലൂഡിങ് നമ്മുടെ തോട്ട്സ്, ഇമോഷൻസിന് എല്ലാത്തിനും ഒരു യുണീക്ക് വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ട്. അപ്പം നമ്മുടെ ചിന്തകളുടെയും അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളുടെയും ഫ്രീക്വൻസികൾ തമ്മിൽ ഒരുമിച്ച് ചേരുമ്പോഴാണ് അവിടെ ശരിക്കും മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആവുന്നത്. അല്ലാതെ നമ്മൾ കുറേ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കുറേ സ്വപ്നം കാണുന്നു, പക്ഷെ നമ്മുടെ മൈൻഡിൽ ഫുൾ ഓഫ് നെഗറ്റീവ് എനർജിയാണ്, നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ ഈ ഫ്രീക്വൻസികൾ തമ്മിൽ ഒരിക്കലും ചേരില്ല. ഇവർ തമ്മിലൊരു പ്രോപ്പർ അലൈൻമെൻറ്റിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഡ്രീം ലൈഫിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഡ്രീം ലൈഫിൽ നമ്മൾ എത്തണമെങ്കിൽ ഒരു ഹൈ ഫ്രീക്വൻസിയിൽ നമ്മളെ തന്നെ കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി എന്നും നമ്മളെങ്ങനെ നമുക്ക് ഹൈ ഫ്രീക്വൻസിയിൽ എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത്. ഈ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ സന്തോഷം, എക്സൈറ്റ്മെൻറ്റ്, ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനെ വരുന്ന പോസിറ്റീവ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ് എല്ലാം നമുക്ക് ഹൈ ഫ്രീക്വൻസി എന്ന് പറയാം. അതുപോലെ തന്നെ പേടി, വിഷമം, നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ഇമോഷൻസ്, ഇതെല്ലാം നമുക്ക് ലോ ഫ്രീക്വൻസി എന്ന് പറയാം. അപ്പോൾ നമ്മളെ തന്നെ ഇൻറ്റൻഷനലി മാക്സിമം ഹൈ ഫ്രീക്വൻസിയിൽ മാക്സിമം ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഡ്രീം ലൈഫിലോട്ടുള്ള നമ്മുടെ യാത്ര എളുപ്പമാക്കാനും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് റിയാലിറ്റി ആക്കി കൊണ്ടുവരാനും നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം. എങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ക്ലിയർ കട്ട് ഇൻറ്റൻഷനാണ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരിക്കണം. പിന്നീട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതിനകം തന്നെ നമ്മുടെ കൈവശം ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ പോസിറ്റീവ് ഇമോഷൻസ് എന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തും ആയിക്കോട്ടെ, ആ ആഗ്രഹങ്ങളെക്കുറിച്ചും കുറേ സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡും എക്സൈറ്റ്മെൻറ്റും ഒക്കെ വളർത്തിയെടുക്കുക.
അതോടൊപ്പം നമ്മുടെ മാനിഫെസ്റ്റേഷന് റെസിസ്റ്റൻസ് ആയി നിൽക്കാൻ ചാൻസ് ഉള്ള നെഗറ്റീവ് തോട്ട്സ്, സെൽഫ് ഡൗട്ട്, പേടി അതിനെല്ലാം ബ്ലോക്ക് ചെയ്ത് പകരം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചാൽ നമ്മൾ എത്താൻ ചാൻസ് ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ചുറ്റും വളർത്തിയെടുക്കുക. ആൻഡ് ജസ്റ്റ് ടേക്ക് ദ ഇൻസ്പിറേഷണൽ ആക്ഷൻ. നമ്മൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്കൊരു ബിലീഫ് വേണം. നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ഹാപ്പനിങ് ഫോർ മീ എന്നുള്ള ഒരു ബിലീഫ്, യൂണിവേഴ്സ് നിങ്ങളത് കൊണ്ടെത്തിക്കുമെന്ന് നിങ്ങൾ ഉറച്ച വിശ്വാസത്തിൽ ഒരു സെൽഫ് ഡൗട്ടും ഇല്ലാണ്ട് നിങ്ങൾക്ക് ആ ഒരു ബിലീഫാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ പോസിറ്റീവ് തോട്ട്സും നിങ്ങളുടെ ഫ്രീക്വൻസി മെയിൻ്റനൻസും എല്ലാം നിങ്ങൾ ഉപയോഗിച്ച് അതുപോലെ യൂണിവേഴ്സ് നിങ്ങൾക്കത് കൊണ്ടുതരുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി നിങ്ങളുടെ റിയാലിറ്റിയിലോട്ട് നിങ്ങൾ എത്തിച്ചേരുമെന്നുള്ളത് ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.